രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ CPIM-നെ കുഴയ്ക്കുന്ന അല്ലെങ്കിൽ CPIM-നെ ചെറുതായിട്ടൊന്ന് പ്രതിസന്ധിയിലാക്കിയ ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. പറഞ്ഞിരുന്നത് പത്മകുമാറിന്റെ പ്രതികരണമാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. ആ വിവാദം ഇന്ന് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തേക്കും. തെറ്റുപറ്റിയെന്ന് പത്മകുമാർ തുറന്ന് സമ്മതിച്ചെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൽ നടപടി വരും. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ പിന്നീടാകും ഈ നടപടി തീരുമാനിക്കുക എന്നുകൂടി അറിയുന്നു. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുക. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നതിന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംതിട്ടയിൽ ഇന്നൊരു നിർണായക ദിനമാണ് എന്ന് പറയാം. പത്മകുമാറിന് എതിരെ എന്താണ് നടപടി? അത് എന്താണ് നടപടി എന്നുള്ളത് പിന്നീടാണെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പത്മകുമാർ തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞെങ്കിലും പാർട്ടി നടപടി അത് അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ചർച്ച? അതായത് പ്രജിൻ, ഇന്ന് രാവിലെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ യോഗത്തിന്റെ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും അംഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് നിലവിലെ ധാരണ. കാരണം സംസ്ഥാന സമിതി അംഗങ്ങൾ, നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഈ യോഗത്തിൽ ഇന്ന് എത്തില്ല. കാരണം നേരത്തെ നിശ്ചയിച്ചൊരു യോഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് മറ്റ് അജണ്ടകളുണ്ട്. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ എന്തായാലും മുന്നോട്ട് പോവുക. തെറ്റുപറ്റിയെന്ന പത്മകുമാർ തുറന്ന് സമ്മതിച്ചെങ്കിലും നടപടി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി പിന്നീട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാവുന്നതാണ് നിലവിൽ ധാരണ. എന്തായാലും പാർട്ടി അംഗങ്ങൾ ആരെങ്കിലും ഈ വിഷയം ഉന്നയിച്ചാൽ ഒരു ചർച്ചയിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതിനെതിരെയാണ് പത്മകുമാർ വലിയ പ്രതിഷേധം ഫേസ്ബുക്കിലൂടെ ഉയർത്തിയത്. പാർട്ടിക്കെതിരെ വലിയ വെല്ലുവിളികൾ നടത്തി. പക്ഷെ പിന്നീട് അദ്ദേഹം അയയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം 24-ലൂടെ തന്നെയാണ് അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുന്നതായി സമ്മതിച്ചത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇന്ന് രാവിലെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം പത്മകുമാറിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇനി ഏതെങ്കിലും രൂക്ഷമായ വിമർശനം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനി രാവിലെ വരെ കാത്തിരിക്കണം. പ്രജിൻ. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകും. അത് എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് ചർച്ചയിലായിരിക്കും ഉണ്ടാവുക. നടപടി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ടെന്നാണ് ജയശങ്കർ പറയുന്നത്. 10 മണിക്ക് ആ യോഗം നടക്കട്ടെ. നടന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകും.